ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കുന്നത് നരബലിയിലെ മറ്റൊരു ചോദ്യമാണ്. കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക ഭാവത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഉറപ്പായി എല്ലാവരും നന്നായി പഠിച്ചിരിക്കുക. ടീച്ചർ ഉത്തരം വായിക്കാം. നരബലി എന്ന കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കമ്പ്യൂട്ടർ. ഒരു യന്ത്രം എന്നതിനുപരി മനുഷ്യനെ പോലെ ചിന്തിക്കാനും പെരുമാറാനും കഴിയും വിധത്തിലാണ് കമ്പ്യൂട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ജീവനില്ലാഞ്ഞിട്ട് കൂടിയും മനുഷ്യ സഹജമായ പല വികാരങ്ങളും കമ്പ്യൂട്ടർ പ്രകടിപ്പിക്കുന്നതായി കഥയിലുടനീളം കാണാം. ബഹിരാകാശ ദൗത്യവുമായി പുറപ്പെടുന്ന നരേഷിനൊപ്പം ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ ഒരു ആത്മസുഹൃത്തായി നിന്നുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിരുന്ന കർത്തവ്യം കമ്പ്യൂട്ടർ മുടങ്ങാതെ ചെയ്യുന്നു. ശബ്ദം അല്പം കൃത്രിമവും അരോചകവുമായി തോന്നുമെങ്കിലും കമ്പ്യൂട്ടർ എപ്പോഴും നരേഷുമായി സംസാരിക്കുമായിരുന്നു. താൻ ബലി കഴിക്കപ്പെടാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ കമ്പ്യൂട്ടറിന് തികച്ചും മാനുഷിക ഭാവം കൈവരുന്നു. നരേഷ് എന്നാൽ രാജാവ് എന്നാണ് അർത്ഥമെന്നും പണ്ടുകാലത്ത് രാജാക്കന്മാർ മനുഷ്യരെ ബലി നൽകിയിരുന്നുവെന്നും കമ്പ്യൂട്ടർ നരേഷിനോട് പറയുന്നു. ഇവിടെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി എപ്പോഴും കൂടെയുണ്ടായിരുന്ന കമ്പ്യൂട്ടറിനെ ബലിയർപ്പിക്കാൻ ശ്രമിക്കുന്ന നരേഷ് തൻ്റെ പേരിന് അന്വർത്ഥമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഇത്തരം തിരിച്ചറിവുകൾ മനുഷ്യൻ്റെ ബോധം തന്നെയാണ് കമ്പ്യൂട്ടറിനും ഉള്ളതെന്ന് വ്യക്തമാക്കുന്നു. സ്വന്തം യജമാനനെ അത് രക്ഷിക്കുന്നു. കഥയുടെ അവസാനത്തിൽ നിനക്ക് 5 മിനിറ്റ് കൂടി മാത്രം എന്ന നരേഷിൻ്റെ വാക്കുകൾക്ക് മറുപടിയായി, അറിയാം 5 മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ചില്ലാതാവും എന്ന് കമ്പ്യൂട്ടർ പറയുമ്പോൾ അതിൻ്റെ ശബ്ദം നിർവികാരമാകുന്നു. കൂടാതെ തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? തൻ്റെ കാലുകൾ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ നിസ്സഹായതയെ എടുത്തുകാട്ടുന്നു. ഇവിടെയെല്ലാം തന്നെ മനുഷ്യ കഥാപാത്രത്തിന് തുല്യമായ സ്ഥാനം കമ്പ്യൂട്ടറിനും കഥാകൃത്ത് നൽകിയിരിക്കുന്നു. ചോദ്യവും ഉത്തരവും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.